വഴക്കൊന്നുമില്ലല്ലോ. വെയിറ്റ് അവർക്ക് ഒരുപാട് സമയമൊന്നും വഴക്കുണ്ടാക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഉറക്കം വന്നിട്ട് പാടില്ല. തളരരുത് രൂപേഷ് ബിപി, നമ്മൾ ഇന്ന് സത്യം കണ്ടെത്തും. എനിക്ക് ഉറക്കം വരുന്നു. ഉറങ്ങിക്കോ. എനിക്ക് തന്നെ വിശ്വാസമല്ല. അയ്യേ, ഞാൻ അത്രക്കാരനൊന്നല്ല. അയ്യ, ഞാൻ കണ്ടു പാർക്കിൽ വെച്ച്. അത് ഹെൽപ്പിന്റെ ഭാഗമായിരുന്നു. അന്യ സ്ത്രീകൾ ഉമ്മ വെച്ചിട്ടാണോ ഹെൽപ്പ് ചെയ്യുന്നത്? അന്യ സ്ത്രീയോ? നീ എന്റെ ഭാര്യയാണ്. പക്ഷെ ഞാൻ തന്നെ ഭർത്താവായി അംഗീകരിക്കുന്നവരെ ഞാൻ തന്റെ ഭാര്യയല്ല. എന്നെ തൊടാനോ അവകാശമല്ല. ഓ, അത് പോയിന്റ്. ഹാ, ശരി, നീ എന്നെ എന്ന് ഭർത്താവായി അംഗീകരിക്കുന്നോ അന്നേ ഞാനിനി നിന്റെ മേത്ത് തൊടൂ. ഡീൽ? ഡീൽ. ഇനി ഉറങ്ങിക്കോ. തൊടരുത്. തൊടില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നാണോ ഇവളെന്നെ അംഗീകരിക്കുന്നത്? കിട്ടിയോ? 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 ഇല്ല. നിങ്ങൾക്കോ? എന്താ ഇവിടെ? എന്റെ 1 രൂപ കാണാനില്ല. 1 രൂപയ്ക്ക് വേണ്ടിയാണോ 3 ആൾ കൂടി തരയുന്നത്? പൈസക്കൊക്കെ ഇപ്പൊ എന്താ വില? അല്ലെങ്കിൽ പോട്ടെ അല്ലേ, വാടാ പോവാ അല്ലേ? എന്നാ ജാന് നാളെ അടിച്ചു വാരി കിട്ടുമ്പോ തന്നാ മതി. ഓക്കെ, നിങ്ങൾ എന്നാ പോക്കോ. അച്ഛനോട് യാത്ര പറയാൻ. അവൾ ഉറങ്ങി. ഉറങ്ങിയോ? ആ, നിങ്ങൾ പോവാൻ നോക്കൂ. ആ, ഇറങ്ങ, ഞാൻ വിളിക്കാം. ഹാ, അവര് ശരിക്കും ഇപ്പൊ ഡേറ്റിംഗിലാണോ? എവിടെയോ എന്തോ തകരാറ് പോലെ. നീ എന്താ നോക്കുന്നത്? ഒന്നുമില്ല. എന്നാ പോയി കിടന്ന് ഉറങ്ങ്. നീ അവളോട് ഇഷ്ടാ പറഞ്ഞോ? ഇല്ല. പിന്നെന്താ ഇവിടെ നടക്കുന്നേ? അതൊക്കെ പിന്നെ പറയാം. ബട്ട് അവളെ കൊണ്ട് ഞാൻ ഇഷ്ടാന്ന് പറയിച്ചിരിക്കും. അപ്പൊ ഇപ്പൊ അവൾക്ക് ഇഷ്ടല്ലേ? ആവൂലോ, ഉടനെ ആവുമല്ലോ. അപ്പൊ ഗുഡ് നൈറ്റ്. ഇത് അവള് പറയും പോലെ സംതിങ് മത്തി. എന്താ? ഒന്നുമില്ല. പനിയാണോ? ഒന്നുമില്ല, ശല്യം ചെയ്യല്ലേ. നിനക്ക് ടോയ്ലറ്റിൽ പോണോ? വേണ്ട, ഉറക്കം പോവും. അത് ശരി. അപ്പൊ ഇതാണ് നിന്റെ കിടക്കൽ മുള്ളലിന്റെ കാരണം. മര്യാദക്ക് എണീറ്റ് പൊക്കോ. ഇല്ല, എനിക്ക് പേടിയാ. ഞാൻ ലൈറ്റിട്ട് തരാവാ. ഇല്ല ഇല്ല, ഉറക്കം പോവും. ഇന്നത്തോടെ ഞാൻ ഈ പ്രശ്നം തീർത്തരാം. മര്യാദക്ക് എണീറ്റോ. ഇല്ല. ഇല്ലെങ്കിൽ ഞാൻ കെട്ടിപ്പിടിക്കും. പോയിട്ട് വാ. എന്താ ഉറക്കം പോയി? അത് സാരല്ല, ഇന്ന് കുറച്ച് നേരത്തെ പഠിച്ചോ. ഇത് കഷ്ടം. എന്റെ ഏട്ടന്റെ ഒടുക്കത്തെ ഒരു ഐഡിയ. നേരിട്ട് പ്രപ്പോസ് ചെയ്താ ഇവളെ നേരെ കയറ്റും. പിന്നെ എന്ത് ചെയ്യും? അവളെ എണീക്കാനായി ഞാൻ പോയി റെഡി ആവട്ടെ. ആ, ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടേ? എന്തേലും മതി. എന്നാ പുട്ടുണ്ടാക്കാം. അയ്യേ, ദോശ വേണ്ട. പിന്നെന്താ വേണ്ടേ? എന്നോട് എന്തിനാ ചോദിക്കുന്നത്? എന്തേലും ഉണ്ടാക്ക്. ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ. വേ, പിന്നെന്താ വേണ്ടേ? എന്തേലും മതി പറഞ്ഞില്ലേ. നീ ഇന്ന് പച്ചവെള്ളം കുടിച്ചിട്ട് പോയാ മതി. വെള്ളപ്പം ഉണ്ടാക്കാം. മുട്ടക്കറി. ഞാനുണ്ട് കോളേജിലോട്ട്. എന്തിന്? എനിക്ക് HOD ഒന്ന് കാണണം. ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്. ഞാൻ നെക്സ്റ്റ് എക്സാം തൊട്ട്. അതിനല്ല, ഫീസിന്റെ കാര്യം സംസാരിക്കാനാ. എന്നാ നീ ഓടിച്ചോ. ഞാൻ ഫ്രണ്ടിൽ. അല്ലേലും ഭാര്യമാര് ഫ്രണ്ടിലായിരിക്കാറ്. എന്നാ ബാക്ക് മതി. നിനക്ക് ഇന്ന് എന്ത് സുഖം കിട്ടുന്നേ? ജസ്റ്റ് ഫോർ എ രസം. സ്വന്തം പെങ്ങളായി പോയി. ഞങ്ങളെന്നാ പോട്ടെ. ആ, നിക്ക്. ഓഫീസ് അന്ന് വിളിപ്പിച്ചില്ലേ, അവിടെ തന്നെയാ. ഓ, വഴി ആ വഴി തന്നെ. ഹലോ. ആ, നിങ്ങളെ വീണ്ടും മിസ് നോക്കിയോ? ഏയ്, ഇവൻ ഫീസ് അടയ്ക്കാൻ വന്നയാ. എടാ, നീ ഒന്ന് കൂടെ വാ. ഓ, എന്റെ ഫീസ് അടയ്ക്കുന്നുണ്ടോ? അയ്യാ, അതിനല്ല, വഴി കാണിക്കാനാ. ഞാനെന്നാ പോയി വഴി കാട്ടട്ടെ. നമ്മളെങ്ങോട്ടാ പോകുന്നത്? ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, HODയുടെ ഓഫീസ്. ഓ, ഇങ്ങ് വാ. സാറ് എവിടാ? ടോയ്ലറ്റിൽ പോയി. വാ, പോയി നോക്കാം. സംതിങ് മതി. വൈ? ഫീസ് ജിപേ ചെയ്താ പോരെ? ഇത് വേറെന്തോ ആണ്. വേറെന്ത്? അവനെ കിഡ്നാപ്പ് ചെയ്തതാണെങ്കിലോ?
എന്നിട്ട് എന്റെ ഏട്ടന് എന്ത് പ്രയോജനം? ആ അത് ശരിയാ. ഇങ്ങോട്ടല്ല അങ്ങോട്ട്, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. എന്റെ അടുത്തോ? ആ, ഇസ് ഇറ്റ് ട്രൂത്ത്? യാ, ട്രൂത്ത്. ചോദിച്ചോ. നീയും സാരയും പ്രേമത്തിലാണോ? അയ്യോ, അവളുടെ അപ്പുരത്തി കൊടുക്കരുതേ. അതിനല്ല, അവളെ എങ്ങനെയാ നീ വളച്ചേ? എന്റെ ഈ ഫേസ്, എന്റെ ഈ സ്റ്റൈൽ ആൻഡ് ദി ബോഡിയാ, അത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സത്യം പറഞ്ഞ അവൾക്ക് എന്റെ കോമഡിയാ ഇഷ്ടായേ. കോമഡിയോ? ആ, ഞാൻ എന്ത് വളിപ്പ് പറഞ്ഞാലും അവള് ചിരിക്കും. അപ്പൊ എന്നെ കിട്ടിയ ലൈഫ് ലോങ് ചിരിക്കാലോന്ന് അവള് പറഞ്ഞേ. ഓ അല്ല, ഇതറിഞ്ഞിട്ട് എന്തിനാ? ഇതൊന്നിനല്ല, എന്റെ പുതിയ സോങ്ങിന് വേണ്ടി ചോദിച്ചതാ. എന്നാ അപ്പേട്ടനോട് ജാനുവിനെ എങ്ങനെയാ വിളിച്ചതെന്ന് ചോദിച്ചാ പോരായിരുന്നോ? അല്ലെങ്കിൽ വേണ്ട അല്ലേ? ക്ലാസ്സിൽ പോക്കോ. ഓ ആയിക്കോട്ടെ. പിന്നെ നിന്റെ നമ്പർ എന്താ? എന്തിനാ? ഓ, പാട്ട് എഴുതുമ്പോ ഡൗട്ട്സ് ചോദിക്കാനാ? ഹാ, ക്രെഡിറ്റ്സിൽ എന്റെ പേരും വെക്കണേ. ഓ പിന്നെന്താ? റോഷൻ. താങ്ക് യു, മൈ പ്ലഷർ. പിന്നെ ഇതാരോടും പറയണ്ട. നോ, നെവർ. ശരി പൊക്കോ. ഷോ, എന്നിൽ ഇത്രയും ഔഷധ ഗുണം ഉണ്ടായിരുന്നു. കോമഡി. ഇന്ന് ചിരിപ്പിച്ച് കൊല്ലും ഞാൻ അവളെ. ഇത് എവിടെയായിട്ട് വരും? ആ, അതിന്റെ പുറകിലാ. ശരി, പൈസ മേടിക്കണോ? ഓക്കെ. സോയ, സോയ, ഇതെന്താ കരയുന്നേ? ജോലി പോയാ? ഓ താനൊന്ന് പോയേ. ഇല്ല, എന്തോ പ്രശ്നമുണ്ട്. ഇല്ലെങ്കിൽ ഈ പട്ടാപ്പകൽ ആരെങ്കിലും റോട്ടിൽ നിന്ന് കരയോ? സോറ പായ സോറ. എന്ത്? സോറി, പറ സോയ. എന്റെ ബോയ് ഫ്രണ്ട് എന്നെ തേച്ചു. അപ്പൊ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നോ? 3 വർഷത്തെ റിലേഷൻ ആയിരുന്നു. ബ്രേക്കപ്പ് ആവാൻ എന്താ കാരണം? അവന് സൈഡ് ചിക്ക് ഉണ്ടോ? സ്വാഭാവികം. നീ അത് കണ്ടുപിടിച്ചല്ലേ? അവള് ഞാനാണ് സൈഡ് ചിക്ക് കണ്ടുപിടിച്ചു. വ്യക്തായില്ല. 5 വർഷമായിട്ട് അവനൊരു പ്രേമുണ്ട്. അപ്പൊ നീയായിരുന്നോ സൈഡ് ചിക്ക്? പറഞ്ഞില്ല, കാലം പാട്. താനെന്തിനാ ചിരിക്കുന്നേ? ഏയ്, ഞാൻ തന്റെ സങ്കടം ആലോചിച്ചതാ. ലൈഫിൽ ഇനി ഒരുത്തരെയും ഞാൻ വിശ്വസിക്കില്ല. എന്റെ ലൈഫിൽ ഇനി ആണില്ല. അങ്ങനെ പറയരുത്. എല്ലാരും അവനെ പോലാണോ? ഞാനാണെങ്കിൽ ഉള്ള ഫോട്ടോസ് മൊത്തം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാരോടും ഞാൻ എന്ത് പറയും? ഇനി ആരെന്നെ കെട്ടാരാണ്? പിന്നെ എന്തിനാ സോയ രൂപേഷ് പിപ്പി ജീവിച്ചിരിക്കുന്നത്? ഇപ്പൊ വീട്ടിലെത്തിക്കാണും. ഔട്ട് ഓഫ് 5 ഒരു 3 തമാശക്കെങ്കിലും ചിരിച്ച സക്സസ്. തമാശ കേൾക്കുന്നതിന് മുമ്പ് ചിരി തുടങ്ങിയോ? ഈ തണ്ടിയോ? ഈ കവനേട്ടന്റെ ഒരു കോമഡി. അതാ നിന്റെ ഫ്രണ്ട് കണ്ട്. മച്ചാ, ലാസ്റ്റ് ടൈം എന്നെ പാക്കാമ സ്കൂട്ടായിട്ടേല്ലേ? അതിനാണോ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? മൂഞ്ചിയാണോ അപ്പടി വെച്ചിருக்க? நான் வந்தது பிடிக்கலையா? ரொம்ப பிடிக்கும். உன் தங்கச்சி உன்ன மாதிரியே சீரியஸ். ஆனா ஆர்ச்சக்குட்டி വെരി ഫണ്ണി. വെരി ഫണ്ണി. ചായ വേണോ കാപ്പി വേണോ? രസം. അയ്യേ, ഓള കോമഡി. ഏതാണാലും പറവല്ല. എന്നാ എല്ലാവർക്കും ചായ ഇടാം. നീ എന്തിനാ വന്നേ? ലാസ്റ്റ് டைம் உன்னை பார்க்க முடியலையே, அதான் ஐ மிஸ்ட் யூடா. ஓஹோ, உங்க மேரிட் லைஃப் எப்படி போகுது? அதறியாம வந்ததா? என்ன கோச்சுக்குது? பேட் மூட்ல இருக்கியா? கொலை மூடில இருக்கேன்டா. மச்சா, நீயும் கவுண்டர் சொல்ல ஆரம்பிச்சிட்டியா? ആർച്ചിക്കുട്ടി കത്തി കൊടുത്തിരുപ്പാറില്ല. അയ്യേ, ഞാൻ ഈ മാതിരി ഉളക്കോമഡി ഒന്നും പറയാറില്ല. ചായ റെഡി. ആരോട് ചോദിച്ചിട്ട് ഇവനെ വീട്ടിൽ കയറ്റിയേ? നിന്റെ ഫ്രണ്ട് അല്ലേ? என்னங்க டின்னருக்கு என்ன ரெடி பண்ணணும்னு கன்ஃபியூஷனா? லைட்டா சிக்கன் போதும் வித் சப்பாத்தி. ഡിന്നറോ? അപ്പൊ നീ ഇപ്പൊ പോണില്ലേ? നീ എല്ലാം ഒരു നൻപനാടാ. അല്ല, നിനക്ക് പോയിട്ട് തിരക്കുണ്ടാവില്ലേ? ഉണ്ണ ഇവിടെ എനിക്ക് എത് പെരുസ് മച്ചാ. ഇല്ല ആർച്ച, പിന്നെ 2 ദിവസം നിന്നിട്ടൊക്കെ പോയാ മതി. അവളോതാ. എന്നാ ചപ്പാത്തി ഉണ്ടാക്ക്, ഞാൻ കറി ഉണ്ടാക്കാം. ഓ, വേല இருக்குல்ல, പോയി പന്നിട്. എനിക്ക് ആർച്ച இருக்குல்ல, എനത് കമ്പനി ഇരിക്കാറില്ലേന്ന്. ഞാൻ പോയി മാവ് കുഴക്കട്ടെ. നന്നായിട്ട് കുഴക്കണേ. കുഴക്കുന്നുണ്ട് ഞാൻ. നാം എന്നെ പേസിട്ടിരുന്നോ? ഫുട്ബോൾ മാച്ച്.
ഉനക്ക് ഫിഫ പിടിക്കുമാ? അത് ട്രൈ ചെയ്തിട്ടില്ല. ഫലൂഡ ഇഷ്ടാ. ഫലൂദാവാ? കവനേട്ടനെ പിടിക്കില്ല? ரொம்ப പിടിക്കും. നീ ഇത് ആരോടുള്ള കലിപ്പ് തീർക്ക? ഓ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. എന്താ ജലസാണോ? ഇവളെ കൊണ്ട് അത് ചെന്നൈ പോയപ്പോ തന്നെ ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തിരിക്കുക. അവൻ അവളെ ഫ്ലൈറ്റ് ചെയ്യാണോ? അയ്യോ ഫ്ലേട്ട് മാത്രല്ല, അവന് ആത്മാർത്ഥ പ്രേമാണ്. ആ ഓ അവന്റെ ഒരു അട്ടഹാസം. കൂടെ അവളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതാണ് എന്റെ പ്രോബ്ലം. ഞാൻ അടിക്കേണ്ട ഗോൾ ആ തെണ്ടി അടിക്കുന്നേ. എന്ത്? ഒന്നുമില്ല, തിന്നാ. മച്ചാ യാരോ വന്നിരിക്കാ. ഇനി ഇതാരാണാവോ? ഹായ്, കിടന്നോ? നീ എന്താ ഇവിടെ? ഞാൻ ഇതിലേ പോയപ്പോ കേറിയതാ. എന്തിന്? ഫുഡായൊക്കെ കഴിച്ചിട്ട് പോവാലോ. ഇതെന്താ ഹോട്ടലോ? കിച്ചേട്ടാ? ഓ ഇതാ ഉൻ അണ്ണനാ? അല്ല, അണ്ണന്റെ ഫ്രണ്ടാ. ഓ ഫ്രണ്ടാ? ഏതായി അമ്മാച്ചി? എന്റെ ഫ്രണ്ടാ, ചെന്നൈന്ന് വന്നതാ. ഓ ഹായ്, ഐ എം രൂപേഷ് പിപി. ഐ എം കവിൻ. ഓ കവിൻസ് മിൽക്ക് ഷേക്ക് നിന്റെയാ? ഇല്ലേ, ഫുഡ് ആവാൻ കുറച്ച് സമയം എടുക്കും. നോ പ്രോബ്ലം, ഞാൻ വെയിറ്റ് ചെയ്തോളാം. കിച്ചേട്ടാ, ഈ കവനേട്ടൻ നല്ല കോമഡി പറയും. ആഹാ കേൾക്കട്ടെ. എത്? 2 കോമഡി പറ. എതുക്ക്? ചുമ്മാ 4 കോമഡി പറ അണ്ണാച്ചി, ഞാൻ നോക്കട്ടെ. അപ്പടി ടക്കട് വരാത്. പിന്നെ എപ്പടി വരും? ആർച്ചക്കുട്ടിയോട് പേസിട്ട് இருந்தா. ഓ അപ്പടിയാ? അപ്പൊ പേസ്. ഇവൻ വേറെ. ആർച്ചക്കുട്ടി, അപ്പോ അന്നേക്ക് ഞാൻ മട്ടൊന്നാ ഗോളടിച്ചേ. ഉന്നെ നോക്കി കല്ലറിയാൻ അറിയാത്തവനാ അവൻ ഗോളടിച്ചത്രേ. ഒരു മിനിറ്റ്, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ കവനേട്ടന് കമ്പനി കൊടുക്ക. ആദ്യം നീ നിന്റെ കെട്ടിയോട് പോയി കമ്പനി കൊടുക്ക്. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. പോയി ജാനുവിനെ സഹായിക്ക്. ഇനി നാമ പേസിട്ടില്ലാമേ. ഉങ്കിട്ട് ഞാൻ എന്നെ പേസത്. അതെന്താടാ നിനക്ക് ആർച്ചക്കുട്ടിയുടെ അടുത്ത് മാത്രമേ തൊള്ളവർക്കാൻ പറ്റൂ? ഏനാ നീ പേസിട്ട് പോയാ മതി. മച്ചാ അവന്റെ ഒരു ആഗ്രഹല്ലേ, നീ പേസ്. എന്നെ പേസരുത്. നീ മറ്റേ ഗോളടിച്ച കഥ പറ, അത് മുടിഞ്ചത്. അപ്പൊ വേറെ പറ. ഇവൻ നന്നായി കോമഡി ഒക്കെ പറയും. ആണാ? ഞാനൊരു തമിഴ് കോമഡി ഇതുവരെ കേട്ടിട്ടില്ല. എനിക്ക് മെയിൽ ചെക്ക് പണണോ? ഓ കോമഡി അതിലാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നേ? കണ്ണോ? കണ്ണനാ? അതിനിവിടെ പ്രസക്തി ഇല്ല. എനക്കൊരു കോൾ പണണോ? പണിക്കോ? ரொம்ப പണ്ടത്. വെളിയില് പോയി. ആ ചെല്ല്. ഏതാണ് ഈ വ്യാളി? എന്റെ പൊന്നു കിച്ചു, ഞാൻ നീയാണ് ഏറ്റവും വലിയ വ്യാളി എന്നാ വിചാരിച്ചെ. പക്ഷെ നീ ഇന്ന് എനിക്ക് ഈശ്വരൻ പറഞ്ഞുവിട്ട മാലാഖിയാടാ. ശരിക്കൂ? നീ എനിക്ക് ജനിക്കാതെ പോയ ഉണ്ണിയല്ലേ? അയ്യോ, അതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. മച്ചാ ഞാൻ സീക്രട്ട് കളമ്പണോ? അപ്പൊ എന്നെക്കാൾ വലുതൊന്നും ഇല്ല പറഞ്ഞിട്ട് നാളേക്ക് ഒരു റെക്കോർഡിങ് ഞാൻ പോണോ? അത് വന്ന് ആർച്ചക്കുട്ടി, ഇറ്റ്സ് വെരി അർജന്റ്. ആർച്ചക്കുട്ടി പറയുന്നതല്ലേ, നിക്ക്. അത് വന്ന് നിക്ക് കവനേട്ടാ. சரி டின்னர் ஆயிடுச்சா? ആയി. அப்ப சாப்பிட்டு தூங்கலாம். അതന്നെ വാ. ഞാൻ ആർച്ചക്കുട്ടി കൂടെ ഉட்கார்றേ. അതെന്താടാ നിനക്ക് എന്റെ അടുത്ത് ഇരുന്ന ചപ്പാത്തി ഇറങ്ങൂലേ? യാരടാ നീ? ഇവിടെ ഞാനാ മെയിൻ. എനിക്ക് കഴിക്കാം. താങ്ക് യു ജാനു. കണ്ണാ നീ വരല? കഴുകിട്ട് വരാം. பிடிக்காம கட்டினதுனால உங்க மேரிட் லைஃப் ரொம்ப கஷ்டமா இருக்கும்ல? டிவோர்ஸ் பண்ணிக்கலாமே, அதுதான் உங்கள் 2 பேரோடையும் ഫ്യൂച്ചർക്ക് നല്ലതല്ല. ഡിവോഴ്സോ? അതിനിവര് ഡേറ്റിംഗിലല്ലേ? ഡേറ്റിംഗാ മച്ചി? ആർച്ചക്കുട്ടി, അത് നിജമാവാ? ആമാ. അപ്പൊ നിങ്ങൾ ലവ്വാ? സെമസ്റ്റർ എക്സാം? അതെ ലവാണ്. പക്ഷെ എക്സാമിന് ശ്രദ്ധ പോകാതിരിക്കാൻ ഇപ്പൊ പ്രേമിക്കുന്നില്ല. ആഹാ, അപ്പൊ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചോ? അവള് പറയട്ടെ. തീരുമാനിച്ചു. എന്നാ തീരുമാനിച്ചു. ഇതുക്കാണ് ട്രെയിനേറി വന്ന് കഴി എനക്ക് പോതു. പാവം വയറ് നിറഞ്ഞു. എനക്ക് തൂക്കം വരുത്. മേലെ ഗസ്റ്റ് റൂം ഉണ്ട്. നോ മട്ടുമാ. എന്നാ ഞാൻ വരാ. ചീ
താഴെ ഒന്നെന്റെ ഒന്ന് അച്ചുവിന്റെ ഒന്ന് അവന്റെയാ. ആർച്ചാവക്കും ഉണക്കൂ സെപ്പറേറ്റ് റൂമാ. അത് അവളിപ്പോഴും പഠിക്കല്ലേ. ഓ ശരി, ഞാൻ മേലെ പഠിപ്പിക്കറേ. എന്തോ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ആണോ? ഐ ഹേറ്റ് ബെസ്റ്റീസ്. അവരെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അവളെ കൂടെ കിടത്തുന്നതായിരിക്കും നല്ലത്. പക്ഷെ അവള് സമ്മതിക്കോ? അതിനുള്ള വഴി എനിക്കറിയാം. അയ്യ, ഞാനില്ല. വന്നേ പറ്റൂ. എന്തിന്? നീ വന്നില്ലെങ്കിൽ നിന്റെ എല്ലാ സീക്രട്ടും ഞാൻ ജാനുവിനോട് പറയും. എടാ മഹാഭാബി, വരുന്നുണ്ടോ ഇല്ലയോ? ബട്ട് ഡോണ്ട് ടച്ച് മീ. ഓക്കെ വാ. എന്താ കാര്യം? അതൊക്കെ ഉണ്ട്, വാ. ആർച്ചക്കുട്ടി തൂങ്ങിച്ചാ? ഇല്ലേ കണ്ണും കൂടെ പടുക്കള. ഇല്ലേ, അവനൊരു ദുഷ്ടൻ. ആമാ ആമാ. കവിനേട്ടൻ എന്തിനാ വന്നേ? കൊഞ്ചം തണ്ണി. തണ്ണി ഇവിടെ വാട്ടർ ബോട്ടിലുണ്ട്. വാ. കടവുളെ, ഇവളോ സീക്രമാ. വാ. ദോ വന്നിട്ടേ. ഡോർ ലോക്ക് ചെയ്തേക്ക്. ആർച്ചക്കുട്ടി, കവിനേട്ടാ. ഉനക്ക് നിജമാവാ അവനെ പിടിക്കുമാ? ഇല്ലേ, ഉന്നത്താൻ പിടിക്കും. നിജമാവാ? ആടാ പട്ടി. നീയാ? ഞാൻ തന്നെ. നിനക്ക് എന്റെ പെങ്ങളെ പ്രേമിക്കണം അല്ലടാ പട്ടി. അവ ഓൻ തങ്കച്ചില്ലേ? എനിക്ക് അമ്മയും പെങ്ങളെയും തിരിച്ചറിയണം പട്ടി. എനിക്ക് ചെന്നൈക്ക് പോണോ? ചെന്നൈക്ക് പോവാൻ നീ ആര്? വിനീത് ശ്രീനിവാസനോ? എനിക്ക് റെക്കോർഡിംഗ് ഇருக்கு. നിന്റെ റെക്കോർഡിംഗ് അവിടെ മതി. ഇനി മേലാൽ ആർച്ചക്കുട്ടി കീച്ചക്കുട്ടി എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാ വരമാട്ടാ. നിനക്കങ്ങ് ചെന്നൈയിൽ വേറെ നല്ല തമിഴ്ത്തികളെ കിട്ടും. കിട്ടില്ലേ? കിടക്കൂ. അപ്പൊ അതിലേതെങ്കിലും ഒന്നിനെ കെട്ടി സുഖമായി ജീവിക്കും. അപ്പടിനാ ഞാൻ കളമ്പിട്ടു. ഓ കളമ്പ് കളമ്പ്. ഞാനും ഉണ്ട്. എനിക്ക് വീട്ടിൽ പോണം. നീ ശ്രദ്ധിക്കുന്നില്ലേ? ഈ ഓള കോമഡി പറഞ്ഞ് കേൾപ്പിക്കാനാണോ എന്നെ ഭീഷണിപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നേ? നിനക്ക് ചിരി വരുന്നില്ലേ? ഇല്ല, പക്ഷെ ഉറക്കം വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. വേണമെങ്കിൽ ആ മൂലക്കെങ്ങാനും കിടന്നു. പക്ഷെ കോമഡി പറയരുത് പ്ലീസ്. അവന്റെ ഊള കോമഡിക്കൊക്കെ ചിരിച്ചല്ലോ. ഇനി തമിഴ് കോമഡിയാണോ ഇഷ്ടം? സാറാ അല്ല ജതിന. ഇങ്ങേരോ? എന്തായിട്ടാ ആ ഐഡിയ ചീറ്റി? ഏത് ഐഡിയ? മറ്റേ പാട്ട് എഴുതാനുള്ള? ആ പാട്ട് എഴുതിയില്ലേ? കോമഡി ഒന്നും വർക്കാവില്ല. ഓ, എല്ലാ പെൺകുട്ടികൾക്കും കോമഡി ഇഷ്ടല്ല. പിന്നെന്താ ഇഷ്ടം? ചിലർക്ക് ബോയ്സിന്റെ സൗന്ദര്യം, കണ്ണ്, ചിരി, മുടി, ഡ്രസ്സിംഗ്, ബോഡി. ബോഡി? ഹാ, 6 പാക്ക് ഒക്കെ. യെസ്, ബോഡി. ഹലോ, പോയാ? ഇങ്ങനെ 2 മണിക്കാണോ പാട്ട് എഴുതുന്നേ? എത്രയും പെട്ടെന്ന് എക്സാം വന്നാ മതിയായിരുന്നു. ഇങ്ങർക്ക് ഇതന്നെയാണോ പണി? ആ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നോക്കുന്നില്ലല്ലോ. ഹോ, ഈ മസിലൊക്കെ ഒരു ഭാരാണല്ലോ. എന്നാ അഴിച്ചു നോക്ക്. കോളേജിൽ ഞാനായിരുന്നു ബെസ്റ്റ് ബോഡി ബിൽഡർ. പക്ഷെ തലക്കകത്തൊന്നും ഇല്ലല്ലോ. ഓ, അപ്പുറത്തോട്ട് മാറി നിന്ന് മുക്കോ, എനിക്ക് പഠിക്കണം. മുക്കലോ? ഇറ്റ്സ് വെയിറ്റ് ലിഫ്റ്റിംഗ്. എന്താണേലും വെളുപ്പാങ്കാലത്ത് പെൺകുട്ടികളുടെ മുമ്പിൽ മസിലും പെരുപ്പിച്ച് നിക്കാം വൃത്തികെട്ടവൻ. ഏട്ടൻ ഉറക്കൊന്നുമില്ലേ? ബോഡി ഐഡിയയും ചീറ്റി. വേറെ ഐഡിയ പറ. ഒരു പാട്ട് എഴുതാൻ ഇത്രയും ഐഡിയ വേണോ? ആ വേണം. ഈ വളയ്ക്കേണ്ട പെൺകുട്ടിക്ക് എത്ര പ്രായം വരും? ഒരു 20-21. ഓ, അപ്പൊ കോളേജിലാണ്. ഹാ, കുട്ടിയുടെ സ്വഭാവം സിമ്പിൾ, റൂഡ്, ഫണ്ണി, സൈലന്റ്. റൂഡും സൈലന്റും ഒന്നല്ല, പിന്നെ ക്യൂട്ടാണ്. വെളുത്ത നിറം. യാ, ഏകദേശം എന്റെ അത്ര പൊക്കം. യാ, ആർച്ച. യാ, നോ, മതി മതി, എനിക്ക് മനസ്സിലായി. അപ്പൊ അവളെ വളയ്ക്കണം. ഹേയ്, എടാ ഞാൻ വെക്കട്ടെ. ഹേയ്, അപ്പൊ കാര്യം പറ. എനിക്ക് അവളെ വളയ്ക്കണം. ഇത് ആദ്യേ പറഞ്ഞിരുന്നെങ്കിൽ അവളെ വളയ്ക്കാനുള്ള വഴി ആദ്യം പറയായിരുന്നല്ലോ. എന്നാ ഇപ്പൊ പറ. അവൾക്ക് പ്രേമത്തെ കുറിച്ച് ഒരു പിണ്ണാക്കും അറിയില്ല. ആ,
ഏട്ടൻ എന്ത് ചെയ്താലും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവൾക്കില്ല. അതുകൊണ്ട് വിധി ഉണ്ടെങ്കിൽ അവള് വളയും. അപ്പൊ അവൾക്ക് പ്രേമം എന്താന്നറിയില്ല. നോ ഐഡിയ. അവൾക്ക് ഫാമിലി എന്താന്നറിയാം, ഫ്രണ്ട്ഷിപ്പ് എന്താന്നറിയാം. ബട്ട് പ്രേമം ഔട്ട് ഓഫ് സിലബസ് ആണ്. അത് സാരല്ല, അത് ഞാൻ സിലബസിൽ ഇൻക്ലൂഡ് ആക്കിക്കോളാം. പിന്നെ ഇക്കാര്യം ആരും അറിയണ്ട. ഇല്ല, ദയവ് ചെയ്ത് എന്നെ ഉറങ്ങാൻ അനുവദിക്കണം. ഓ സോറി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി നാളെ കോപ്പ്. അപ്പൊ പ്രേമം എന്താന്നറിയില്ല. അല്ല, കവിനേട്ടനെ കഴിക്കാൻ വിളിക്കണ്ടേ? അവൻ പോയി. അപ്പൊ മേലെ ഇല്ലേ? ഇല്ല, അവനൊന്ന് സ്റ്റുഡിയോയിൽ പോണം. ശോ, കഷ്ടായി പോയി. ആ വേഗം കഴിക്ക്, ഞാൻ റെഡി ആയിട്ട് വരാം. അനുചേച്ചിയും മനേട്ടനും ലവ് മാരേജ് ആണോ? ആ അതെ. പ്രേമം എന്ത് മനോഹരല്ലേ. ആരുടെ? അവരുടെയോ? ആ, എല്ലാവരുടെയും. അവര് കുറച്ച് ഓൾഡ് ആയോണ്ടായിരിക്കും. സാറയുടെയും റോഷന്റെയും. മിണ്ടാതിരിക്കും റോഷ, മിസ് കേൾക്കും. ഇല്ല, എത്ര ദിവസമായി പറ്റിക്കുന്നു. ശരി, ഒരു ക്വാർട്ടർ മന്തിക്കുള്ള പൈസ ഞാൻ തരാം. മതി, അത് മതി. അപ്പൂന്റെ അപ്പേട്ടന് ലവ് ഇല്ലല്ലോ? ഇല്ല. ജെബിനേട്ടന് ഇപ്പൊ എന്താ വേണ്ടേ? സപ്പോസ് നിന്നോട് ഒരാൾ ഇഷ്ടാന്ന് പറഞ്ഞാ നിന്റെ റിയാക്ഷൻ എന്തായിരിക്കും? കെട്ട് കഴിഞ്ഞ ഞാൻ നീ എന്ത് റിയാക്ഷൻ ഇടാണ്? കെട്ട് കഴിഞ്ഞില്ലായിരുന്നേ? കഴിഞ്ഞില്ലായിരുന്നെങ്കി ഇഷ്ടാണെങ്കി എസ് പറഞ്ഞേ. എങ്ങനെ ഇഷ്ടാവാ? ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നേ? എന്റെ ഭാര്യക്ക് എന്തൊക്കെ അറിയാന്ന് എനിക്കറിയണ്ടേ? അയ്യാ, പോവാം. പോട്ടെ ഭർത്താവേ. ഇന്ന് ചാച്ചൻ വരും കൂട്ടാൻ. പറമ്പിൽ കിള ഉണ്ടാവുമല്ലേ? വേണ്ട വേണ്ട നീ. അച്ചു, നമ്മൾ ഒരുമിച്ച് മന്തി കഴിച്ചിട്ട് എത്രയായി? ഇന്ന് പോയാലോ? അപ്പൊ ഉച്ച കഴിഞ്ഞ് ഫസ്റ്റ് പീരീഡ് മിസ്സാവൂലേ? ഓ പിന്നെ, ക്ലാസ് കട്ടാക്കാത്ത ഒരാള്. വൈകിട്ട് പോവാടാ, അപ്പൊ ആസ്വദിച്ച് തിന്നാം. അത് ശരിയാ. വൈകിട്ട് ചാച്ചൻ വരും. ചാച്ചനും കൊടുക്കാം. അതൊക്കെ ഓക്കെ. ഷെയർ എങ്ങനാ? ഷെയറാ ഫുള്ള് നീ. ഞാനാ? കൂട്ടത്തിൽ റിച്ച് നീയല്ലേ? വലിയ മ്യൂസിക് കമ്പോസറുടെ പെങ്ങളല്ലേ? നീ അതിന്റെ ഭാര്യയല്ലേ? പോയിന്റ്. വിളിക്ക്, നിന്റെ കെട്ടിയവനെ വിളിക്ക്. അയ്യേ, അങ്ങനെ ക്യാഷ് ചോദിക്കാനുള്ള ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല. പിന്നെ ഡേറ്റ് ചെയ്യാനും ഉമ്മ വെക്കാനുള്ള ബന്ധമായിരിക്കും നിങ്ങൾ തമ്മിലല്ലേ? വിളി, ഇന്ന് മന്തി നിന്റെ വക. അല്ലെങ്കിലും നീ എന്താ വാങ്ങി തന്നിട്ടുള്ളേ? അത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ആയോണ്ട്. നീ വിളിക്ക, അവൻ തരും. അതെ, ഒന്നിങ്ങ് വന്നേ. ആർച്ച, ഈശ്വര സ്വപ്നാണോ? ഹലോ. ഹലോ. ബിസിയാണോ? അല്ല, പറഞ്ഞോ. മഴ പെയ്യുമ്പോ തുണി എടുത്ത് വെക്കണം. അല്ല, ഞാൻ വിളിച്ചത് പിള്ളേർക്കൊരാഗ്രഹം. നമുക്ക് പിള്ളേരായോ? ഓ അതല്ല. എന്താ? നിന്റെ ഏട്ടനെ ഇവിടെ ഇഷ്ടാണോ? അത് നീ എങ്ങനെ അറിഞ്ഞു? ശരിക്കും? ഇന്നലെ വന്നത് ഓഫീസിലോട്ടുള്ള വഴി ചോദിച്ചല്ല, അവളെ വളയ്ക്കാനുള്ള വഴി ചോദിച്ചാ. ഇവളെയാ? ഹലോ, എനിക്ക് ഫ്രീ ആയിട്ടൊന്നും വേണ്ട, കട ആയിട്ട് മതി. ശരി, എപ്പോ തിരിച്ചു തരും? ഇനി വീട്ടിൽ പോകുമ്പോ മേടിച്ചു തരാം. ശരി, ജിപേ ചെയ്യാം. താങ്ക്സ്. എന്തായി? അത് സെറ്റ്. അപ്പൊ വൈകിട്ടോ? എടി, നിനക്ക് ജതിനേട്ടനെ കുറിച്ച് എന്താ അഭിപ്രായം? പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല. ക്ലാസ്സിൽ പോവാം. ഇത് ശരിയാവില്ല. അല്ലേലേ ആ കണ്ണ് കുഴിയിലിരിക്കുന്നെ, ഈ തിരുമ്മിക്കൂടെ ഉള്ളിലാക്കണ്ട. പോടാ പട്ടി. നിക്ക്, ചാച്ചനോട് പറഞ്ഞിട്ട് പോവാ. ഹലോ, തനിക്ക് ഇവിടെ കറങ്ങൽ തന്നെയാണോ പണി? ഞാൻ സോയനെ കാണാൻ പോയതാ. എന്തിന്? അനിയത്തിയോട് അവളൊന്നും പറഞ്ഞില്ല. പാവം, ചമ്മലുകൊണ്ടായിരിക്കും. സെറ്റായ? ഹായ്. എങ്ങനെ? ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഞാൻ അവളെ വീഴ്ത്തുന്നു. ഇതൊക്കെ കാണുമ്പോഴോ വീട്ടിലുള്ളതിനടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നേ. റോഷ, ഇതാരാ? എന്റെ ചാച്ചനാ. ചാച്ച വസ്തുഗ്രഹയ്യേ. അയ്യേ, അതെന്താ അത്? ഒന്നുമില്ല, ഞങ്ങള് മന്തി കഴിക്കാൻ പോവാ. അച്ഛന്റെ ചെലവാ കല്യാണത്തിന്റെ. ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു മോളെ. ഞാനും പറഞ്ഞതാ. ചാച്ചൻ സാറേനെ കണ്ടില്ലേ? ഇവളെ എനിക്ക് അറിയാവുന്നല്ലേ. ചാച്ചന്റെ അപ്പച്ചൻ എങ്ങനെയുണ്ട്? എന്നെയോ? ബൈ ദ വേ, ഡയപ്പറിന് ഇപ്പോ ഓഫർ ഒക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, ഡയപ്പറോ? അപ്പൂപ്പന്റെ ഡയപ്പർ വേണ്ടേ? റോഷ, എനിക്കറിയില്ല. നിന്റെ അപ്പൂപ്പനിൽ അന്ന് ഷോപ്പിൽ നിന്ന് എടുത്തേ. ചേട്ടാ ഇവിടെ വാ.
ഞാൻ അച്ഛൻ്റെ കൊടുത്തു വിടാ. ഏത് ഡയപ്പർ? കുഴി കിടക്കുന്ന എന്റെ അപ്പന്റെ പേരിൽ നീ സാധനം വാങ്ങാൻ തുടങ്ങിയല്ലേ? വീട്ടിലേക്ക് വാ നീ. എനിക്കറിയില്ല. എനിക്ക് എന്തിനാ ഡയപ്പർ? അതാ എനിക്ക് അറിയണ്ടേ. നിനക്ക് വേറെ ബന്ധത്തിൽ കുട്ടികളുണ്ടോ? പോകില്ലേ? നിനക്ക് ഒരുത്തി നൈസിന് സ്കൂട്ടായിട്ടില്ലേ? പിടിക്കാവളെ. സത്യം പറ, എന്താ കള്ളക്കളി? ഹേയ് ഞാൻ കിച്ചേട്ടനെ കാണും. വേണ്ട, ഞാൻ അതിന്റെ പേര് പറഞ്ഞു മേടിച്ചേ. എന്തിന്? അത് നിന്റെ ഏട്ടന്റെ നീ അറിയാത്തൊരു രഹസ്യമുണ്ട്. എന്ത്? പുള്ളി എന്താ കിടക്കയില് മുള്ളോ? ആ ഏ ഏ ഹേ, ചോദിക്കണ്ട, പുള്ളിക്ക് ഫീൽ ആവും. അയ്യേ അയ്യേ. പാവം, സ്ട്രെസ് വരുമ്പോഴാ പാട്ട് എഴുതാനേ. അപ്പൊ സ്ട്രെസ് കൂടിയാൽ? ഛേ, വാ പോവാ. ഇന്നെന്തേലും വെറൈറ്റി കഴിക്കാം. എനിക്ക് ഹണി ചില്ലി. എനിക്ക് ലെസ്ബിയൻ. ഓ, ലെബനീസ് മന്തി. ഓ അത്. എന്നാലും അവൻ ചോദിക്കരുത്, ഫീൽ ആവും. ഛേ, നീ കൊറേ നേരമല്ലേ എന്നെ നോക്കി ദഹിപ്പിക്കുന്നു. എന്താ കാര്യം? ഒന്നുമില്ല. അവള് നിനക്ക് മന്തി തന്നില്ലേ? തന്ന് പിന്നെന്താ പ്രശ്നം? ഞാൻ ചോദിക്കുന്ന കാര്യം നിനക്ക് വിഷമാവെങ്കിൽ സോറി, ബട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ചോദിക്കാതിരിക്കാൻ തോന്നുന്നില്ല. എന്താടി, എനിത്തിങ് സീരിയസ്? നീ കിടക്കയിൽ മൂത്രം ഒഴിക്കോ? എന്തേ? നിനക്ക് ഡയപ്പർ മേടിച്ചതെന്ന് അച്ചു പറഞ്ഞല്ലോ. എനിക്കോ? അപ്പൊ സത്യല്ലേ? ഹാവു, ഇപ്പഴെനിക്ക് സമാധാനായ. അല്ലപ്പാ ഡയപ്പർ ആർക്കാ? നിക്ക്, ഞാനിപ്പ വരാ. എടീ എന്താ? വഞ്ചകി. ഹലോ, ദിസ് ഈസ് മൈ റൂം. ആണാ? ഞാൻ അറിഞ്ഞില്ല. പൈസ അടുത്താഴ്ച തരാം, പൊക്കോ. ആർക്കാടി നീ ഡയപ്പർ വാങ്ങിയേ? നിന്റെ അമ്മൂമ്മയുടെ നായർക്കോ? അയ്യോ, ഇങ്ങനെ പറഞ്ഞോ? എന്നെ നാണം കെടുത്തിയല്ലേടി വെള്ളക്കൂറെ. അല്ലെങ്കിൽ എന്റെ മാനം പോവൂലേ? അതിന് എന്നെ ബലിയാടാക്കണായിരുന്നോ ദുഷ്ടത്തി? സോറി അളിയ. ആളിയനാ? സോറി ജതിനേട്ടാ, സോറി. ഓക്കെ, ബൈ. പിന്നെ ആ കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കി ആരെങ്കിലും വന്ന് ഇഷ്ടാ പറഞ്ഞ നോക്കായിരുന്നു പറഞ്ഞില്ലേ? ആ അതിനി നോക്കിക്കോ. പക്ഷെ കല്യാണം കഴിഞ്ഞില്ലേ? അത് സാരല്ല. ഇനി ആദ്യം ആരാണോ വന്ന് ഇഷ്ടാ പറയുന്നേ അവരെ നോക്കിക്കോ. പക്ഷെ എനിക്ക് പിന്നെ ഐ ലവ് യു. എനിക്ക് നിന്നെ ഇഷ്ടാ. ഇനി ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി ചത്തു. നിനക്ക് ആവശ്യമുള്ള അത്ര സമയം എടുത്തോ, എന്നിട്ട് എസ് പറഞ്ഞാൽ മതി. ബൈ, ഗുഡ് നൈറ്റ്.